അതെന്തോ ആവട്ടെ, എനിക്ക് പറയാനുള്ള കാര്യം അതല്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും, അനുസരിക്കും. കഷ്ടകാല സമയമായതുകൊണ്ട് ഞാൻ പ്രതികരിക്കില്ല. നിനക്കെന്താ പറയാനുള്ളത്? ഏട്ടനെ കണ്ട് ബോധം കെട്ട് വീണതാ എന്റെ അമ്മ. എന്നുവെച്ചാ ഒരു മരണത്തിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ടു എന്നർത്ഥം. ദയവ് ചെയ്ത് ഇനി എന്റെ അമ്മയെ കൊല്ലരുത്. സാവിത്രി, സാവിത്രി, നീ ആരോടാണ് എന്താണ് പറയുന്നത്? നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? രാമേട്ടൻ ഇതിൽ ഇടപെടണ്ട. എന്റെ അമ്മയുടെ ജീവൻ എനിക്ക് വലുതാ. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ. എന്റെ അമ്മയെ കാണാൻ നിങ്ങൾ നിൽക്കരുത്. ദയവായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോണം. ഞാൻ സെന്റിമെന്റ്സ് ഒന്നും പറയുകയല്ല. അമ്മ നിന്നെ പ്രസവിക്കുമ്പോ എനിക്ക് 3 വയസ്സുണ്ട്. അതായത് ഈ കിടക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനാ ഞാനെന്ന്. മകനോ? ഇരിക്കപ്പിണ്ടം വെച്ച ആള് എങ്ങനെ മകനാകും? സാവിത്രി, 16-ാം നൂറ്റാണ്ടിലോ മറ്റോ ഏതോ അവിവേകികളായ പ്രമാണിമാര് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ദുരാചാരമാണ് ഇരിക്കപ്പിണ്ടം. അമ്മ എന്നെ ഇരിക്കപ്പിണ്ടം വെച്ചെന്ന് കരുതി അമ്മയുടെ മനസ്സിൽ ഞാൻ ഇല്ലാതാവൂ? എന്നെ പാലുകൂട്ടി താരാട്ട് പാടി ഉറക്കിയ എന്റെ അമ്മയെ എന്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റൂ? സാവിത്രി, അമ്മ എന്നത് ദൈവത്തിന് പോലും വിവരിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ആ വികാരത്തിന്റെ പേരാ വാത്സല്യം. കൂടുതൽ വിശദീകരിക്കണ്ട. എന്റെ അമ്മ കിടക്കുന്ന പരിസരത്ത് പോലും നിങ്ങൾ വന്നു പോവരുത്. സാവിത്രി, ഇവനോട് ഇവന്റെ അമ്മയെ കാണരുതെന്ന് ആജ്ഞാപിക്കാൻ നിനക്കെന്ത് അധികാരം? ഇവൻ സഞ്ചരിച്ച വഴികൾ തെറ്റായിരിക്കാം, ഒക്കെ ശരി തന്നെ. കൂട്ടത്തിലൊന്ന് വഴിതെറ്റിപ്പോയാല് ആ വഴിതെറ്റിപ്പോയവനെ തിരഞ്ഞു കണ്ടുപിടിക്കാനാണ് ദൈവം വരെ കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇവന്റെ ഇളയതായി ജനിച്ചവളാണ്, അത് മറക്കണ്ട. സാവിത്രി, നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അമ്മയെ വളരെ ദൂരെ നിന്ന് കാണാനുള്ള ഒരു അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് കൽപ്പിച്ചു തരണം. സാവിത്രിയുടെ മനസ്സിലെ പേടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെമ്പകമംഗലത്തെ എന്റെ ഷെയർ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ചിന്തിക്കുകയില്ല. പരേതാത്മാവിന് എന്തിന് ഭൗതിക സമ്പത്ത്? പെയിനുണ്ടോ? ചെറുതായിട്ട്. ക്ഷീണമുണ്ടല്ലേ? ഇനി ഡ്രിപ്പ് കൊടുത്തേക്കേ. ഓക്കെ മാഡം. ഇവരുടെ ഹസ്ബൻഡ് എവിടെ? പുറത്തുണ്ട്. ആ ശരി.
നിങ്ങളെ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ അതെ. എന്താ ഒരു സംശയം? ഏയ്, എനിക്ക് സംശയമൊന്നുമില്ല. ആ കുട്ടി പ്രസവിച്ചിട്ട് എത്ര നേരമായി? ഇപ്പോ ഒരു 2 മണിക്കൂറായി കാണും. എവിടെ വെച്ചാ പ്രസവിച്ചത്? വീട്ടിൽ വെച്ചോ അതോ ഹോസ്പിറ്റലിൽ വെച്ചോ? വീട്ടിൽ വെച്ചാ. കുട്ടി എവിടെ? കുട്ടി കുട്ടി വീട്ടിലുണ്ട്. അല്ല, നിങ്ങളെന്തിനാ ഈ ബാഗും തൂക്കി പിടിച്ച് നിൽക്കുന്നത്? അത് താഴെ വെച്ചൂടെ? നിങ്ങളുടെ വീട് എവിടെയാ? അത് ശംഖുമുഖത്താ. ശംഖുമുഖത്തോ? പിന്നെന്തിനാ ഇത്രയും ദൂരം ഈ ഹോസ്പിറ്റലിൽ എന്നെ തിരക്കി വന്നത്? അത് മൈഥിലിയുടെ വീട് കിളിമാനൂരാ. ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു. ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ പുറത്തിരിക്കെ. ആ ശരി ഡോക്ടറെ. ഇതിലെന്തൊക്കെയോ ഒരു പൊരുത്തമില്ലായ്മ. ഡോക്ടർ, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? അവര് ചെയ്യുന്നുണ്ട്. അത് പ്രസവിച്ചിട്ട് അധിക നേരം ആയിട്ടില്ല. അതാണ് എന്റെ സംശയം. അവൻ അവളുടെ ഒറിജിനൽ ഭർത്താവാണോന്ന് എനിക്ക് സംശയമുണ്ട്. തന്നെയല്ല, കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് അതിന് കൃത്യമായിട്ട് ഉത്തരം തരുന്നുമില്ല. അതെ. എന്തായാലും പോലീസിന് വിവരം അറിയിക്കാം. ഓക്കെ ഡോക്ടർ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ പറയൂ ഇൻസ്പെക്ടർ. സാർ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വേഗം പറയൂ. വൈശാഖം മൈഥിലിയും വെഞ്ഞാറമൂടുള്ള ഒരു ക്ലിനിക്കിൽ എത്തിയതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉവ്വോ, അവരിപ്പോ അവിടെ ഉണ്ടോ? ഉണ്ട് സാർ. ആ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ എനിക്കൊന്ന് സെൻഡ് ചെയ്യുക, ഫാസ്റ്റ്. ചെയ്യാം സാർ. ഈ കുട്ടി ഇതെവിടെ പോയി? ഡോക്ടർ, എന്താ? ആ മൈഥിലി അവിടെ കാണുന്നില്ല. അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നവൻ അവിടെ നിപ്പുണ്ടായിരുന്നല്ലോ. വാ. ചേടാ, കടന്നു കളഞ്ഞല്ലോ. അവനെ അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാ. അവര് പറ്റിച്ചല്ലോ. ഡോക്ടർ,
ഞാൻ ACP കാർത്തിക്. അവരെവിടെ? സർ, ആ മൈഥിലിയും വൈശാഖും ഇവിടെ ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാ ഞാൻ. അവര് രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? അതെ സർ, അവര് ഞങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. ഛേ! എന്താ ഡോക്ടർ നിങ്ങൾ ഈ പറയുന്നത്? 2 ക്രിമിനൽസിനെ കൈ കിട്ടിട്ട് വിട്ടുകളഞ്ഞെന്നോ? ഞങ്ങൾക്കവരെ പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അവരെ കണ്ടപ്പോ തന്നെ ഒരു സംശയം തോന്നി. അതുകൊണ്ടാ പോലീസിനെ അറിയിച്ചത്. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? എന്നാലും കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഇത്രയും പെട്ടെന്ന് മുങ്ങിക്കളെന്ന് ഞങ്ങളും കരുതിയില്ല സാർ. തട്ടിപ്പുകാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കുട്ടിയുടെ പ്രസവം നടന്നിട്ട് അങ്ങനെ അധിക നേരമൊന്നും ആയിട്ടില്ല. അതാ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. എന്താ സാർ അവരുടെ പേരിലുള്ള കുറ്റം? അവര് പോലീസ് തിരയുന്ന 2 പ്രതികളാണ്. തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. അമ്മേ, എന്നെ ആരും പിടിക്കണ്ട, ഞാൻ നടന്നു വന്നോളാം. നിൽക്ക് നന്ദിനി, കാര്യങ്ങൾ എന്തായാലും അത് ആചാരപ്രകാരം തന്നെ നടക്കട്ടെ. നിലവിളക്ക് കത്തിച്ചോണ്ടുവാ. നിക്ക, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് വിളക്ക് തെളിയിച്ച് വലത് കാല് വെച്ച് അകത്തേക്ക് കയറ്റുമൊന്നും വേണ്ട. ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് താലിയല്ല, വെറും ഒരു ചങ്ങലയാ. കാർത്തി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ ചിലപ്പോൾ കത്തിമുനകളും കൂരമ്പുകളുമായി മാറും. അത് നീ ഓർക്കണം. എന്റെ വാക്കുകളും പ്രവൃത്തികളും ഇനി അങ്ങോട്ട് കത്തിമുനകളും കൂരമ്പുകളുമായിട്ട് മാറും. നിർത്താൻ നോക്കണ്ട. കാർത്തി, നീ കുറെ നേരമായിട്ട് കാട്ടിക്കൊടുന്ന നിന്റെ വൺമാൻ ഷോയും ഈ ഭ്രാന്തും ഏറെ നേരം കണ്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ ഭാര്യ കണ്ടവനോട് ഒളിച്ചോടിപ്പോയെങ്കിലേ അതിന്റെ ഉത്തരവാദി നീ തന്നെയാ. എടാ, സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. നീ വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും, പക്ഷേ പിടിപ്പ് കിട്ടവനായിപ്പോയി. എന്റെ മോനെ കുറിച്ച് മര്യാദകൾ പറഞ്ഞാലുണ്ടല്ലോ. ഒന്ന് അടങ്ങി നിൽക്കേണ്ട ചേച്ചി. ചേച്ചി തുള്ളിയ കുലുങ്ങുന്നതല്ല ചെമ്പകമംഗലത്തെ ഭൂമി. ഇവിടെ വിളക്കും ദീപന്തം ഒന്നും വേണ്ട. സാവിത്രി, അടങ്ങിയേക്ക്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് നിന്റെ ധിക്കാരമൊന്നും വേണ്ട.
ഞാൻ ധിക്കാരം കാണിക്കും. തകർന്നു നിൽക്കുന്ന നമ്മുടെ മകന്റെ കാര്യത്തില് നിങ്ങൾക്ക് ദുഃഖമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ അവനെ പ്രസവിച്ച അമ്മയാ. നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെ നിൽപ്പുണ്ട്. നിന്റെ ഈ അഹങ്കാരവും പ്രവൃത്തിയും കണ്ട് ഇവൾക്ക് വേദനിക്കില്ലേ? അവൾക്ക് ഈ നാവ് കൊണ്ട് അലക്കാൻ അവസരം കൊടുത്തത് നമ്മൾ തന്നെയാ. അതവിടെ നിൽക്കട്ടെ. മോളെ നന്ദിനി, ആ വിളക്ക് കൊടുത്ത് മീനാക്ഷിയെ വലതുകാല് വെപ്പിച്ച് അകത്തേക്ക് കയറ്റ്. വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. എന്ത് ധിക്കാരമാണ് നീ കാണിച്ചത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ഭാര്യയായിട്ടാണ് ഇവളകത്തേക്ക് കയറുന്നെങ്കിൽ ഇവിടെ നിലവിളക്കിന്റെ പ്രകാശം വേണ്ട. ദേവതയല്ലല്ലോ ഇവള്, യക്ഷിയല്ലേ, യക്ഷി. നന്ദിനി, മീനാക്ഷിയെ വിളിച്ച് അകത്തേക്ക് കയറ്. അന്ന് വന്ന് ഇവനൊക്കെ പ്രായമായവരുടെ മുമ്പിൽ എന്തും കാണിക്കാമെന്നുള്ള അവസ്ഥയിലെത്തി. മോളെ നിൽക്ക്. മീനാക്ഷിക്ക് അകത്തേക്ക് കയറാം, പക്ഷേ നീ അടിച്ചതിനകത്ത് കയറി പോവരുത്. മനസ്സിലായില്ല? നീ എന്റെ ചെമ്പകമംഗലത്തേക്ക് കയറി പോവരുതെന്ന്. അതെന്താ അവൻ അകത്തേക്ക് കയറിയേ? അവൻ മാപ്പർഹിക്കാത്ത ഒരു തെറ്റ് ചെയ്തതിന്. മുമ്പ് ജഗദീഷ് പറഞ്ഞ പോലെ ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഒരുപക്ഷെ അവളുടെ ജീവനും കൊണ്ട് ഓടിയതായിരിക്കും. ആ മൈഥിലി ചെയ്ത തെറ്റിന് പാവം എന്റെ മീനാക്ഷി എങ്ങനെ കുറ്റക്കാരിയാവും? എല്ലാവരും നോക്കി നിൽക്കെ ബലമായി എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ നീ താലി കെട്ടി. എനിക്കത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പിന്നെ മീനാക്ഷിയെ പോലെ നീയും എന്റെ കൊച്ചുമകനാ. അതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു.